എല്ലാവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ച കാര്യം ഇനർട്ട് പെയർ എഫക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചു. അതായത് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ചില എലമെന്റുകളുടെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ റിയാക്ഷനിൽ പങ്കെടുക്കാൻ റിലക്റ്റൻസ് കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ പല എലമെന്റുകൾക്കും ഹയർ ഓക്സിഡേഷൻ നമ്പർ പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് പ്രിഡോമിനന്റ് ആയി വരുന്നത് ലാസ്റ്റ് എലമെന്റിനാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം അടുത്ത് പറഞ്ഞത് അനോമലസ് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഫസ്റ്റ് എലമെന്റിന്റെ, അതായത് നൈട്രജൻ, ഇപ്പുറത്ത് കാർബൺ പോലുള്ള ഫസ്റ്റ് എലമെന്റിന് ചില അനോമലസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതിന് കാരണം പറഞ്ഞത് ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഓർമ്മിക്കാം. Cl5 ഫോം ചെയ്യുന്നില്ല, PCl5 ഫോം ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നൈട്രജനില് വേക്കന്റ് ഡി ഓർബിറ്റൽ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ അബണ്ടൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഓരോ കോമ്പൗണ്ടുകളും എങ്ങനെ കാണപ്പെടുന്നു, ഭൂമിയിൽ കാണപ്പെടുന്നത്. ഇപ്പൊ നൈട്രജൻ സോഡിയം നൈട്രേറ്റ് ആയിട്ടും പൊട്ടാസ്യം നൈട്രേറ്റ് ആയിട്ടും കാണപ്പെടുന്നു. ഫോസ്ഫറസ് ബോണിലും ടീത്തിലും കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചു. പിന്നെ അതിനുശേഷം പറഞ്ഞത് അലോട്രോപിക് ഫോമിനെ പറ്റിയാണ്. അലോട്രോപിക് ഫോം എല്ലാവരെയും പറ്റി പറഞ്ഞില്ല. നമുക്ക് ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോമുകളെ പറ്റി മനസ്സിലാക്കി. അത് വൈറ്റ്, റെഡ്, ബ്ലാക്ക് പോലുള്ള 3 കാറ്റഗറി ഉണ്ട്. അപ്പൊ അതിന് ടെട്രാഹെഡ്രൽ സ്ട്രക്ചറുള്ള ഹൈലി റിയാക്റ്റീവ് ആയ ഗാർലിക് സ്മെൽ ഉള്ളത് വൈറ്റ് ഫോസ്ഫറസ് ആണ്. പിന്നെ പോളിമറിക് ഫോം ഉള്ളത് റെഡ് ഫോസ്ഫറസ് ആണ്. ലെയർ ലൈക്ക് ഉള്ളത് ബ്ലാക്ക് ഫോസ്ഫറസ് ആണ്. പിന്നെ റിയാക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൾഫറിലേക്ക് വന്നാൽ അടുത്ത സൾഫറിന്റെ അലോട്രോപ്പുകൾ പഠിച്ചു. സൾഫറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ റോംബിക് സൾഫർ എന്നും മോണോക്ലിനിക് സൾഫർ എന്നും സൈക്ലോ S6 എന്നും S2 എന്നറിയപ്പെടുന്ന 4 അലോട്രോപ്പുകളെ പറ്റി പറഞ്ഞു. അപ്പൊ അതിൽ നീഡിൽ ലൈക്ക് ഷേപ്പ് ഉള്ള അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ആയിരിക്കുന്ന ആൾക്കാർ മോണോക്ലിനിക് സൾഫർ ആണെന്ന് മനസ്സിലായി. പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്പർ 369 കെൽവിൻ എന്നറിയപ്പെടുന്ന ഒരു നമ്പർ പറഞ്ഞു. ആ നമ്പർ എന്ന് വെച്ചാൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണ്. ആ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന്റെ താഴെയാണെങ്കിൽ റോംബിക് സൾഫർ സ്റ്റേബിൾ ആണ്, മുകളിലാണെങ്കിൽ മോണോക്ലിനിക് സൾഫർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓക്സോ ആസിഡുകൾ അല്ലെങ്കിൽ ഓക്സി ആസിഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഓക്സോ ആസിഡുകളുടെ നമ്മൾ തൽക്കാലം ഓക്സോ ആസിഡുകളുടെ പേരും ഫോമുലയും സ്ട്രക്ചറും ഈ 3 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഓക്സോ ആസിഡ് എന്നാണ് ഹെഡിങ്. ഓക്സോ ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡ്സ് ആണ്. ഓക്സോ ആസിഡ് എന്നോ ഓക്സി ആസിഡ് എന്നോ ചോദിക്കാം. പിന്നെ അതിൽ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓക്സോ ആസിഡുകളുടെ പേര്, ഫോമുല, സ്ട്രക്ചർ, ഇത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ഓക്സോ ആസിഡും എല്ലാ എലമെന്റിനെ പറ്റിയും പറയാനില്ല. നമുക്ക് നൈട്രജന്റെ ഓക്സോ ആസിഡ് പറയാനുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? അപ്പൊ ആദ്യത്തെ ഹെഡിങ് അതായിക്കോട്ടെ, ഓക്സോ ആസിഡ് ഓഫ് നൈട്രജൻ. ആസിഡ്സ് ഓഫ് നൈട്രജൻ അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് നൈട്രസ് ആസിഡ്, രണ്ടാമത്തത് നൈട്രിക് ആസിഡ്. രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, പേര്, ഫോമുല, സ്ട്രക്ചർ, ഇത്രേ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നൈട്രജന്റെ ഓക്സോ ആസിഡ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ 2 എണ്ണം പറഞ്ഞാൽ മതി, നൈട്രസ് ആസിഡും നൈട്രിക് ആസിഡും. ഇനി അപ്പോൾ പേരായി. ഇനി ഫോമുല എഴുതാൻ നേരത്ത് നൈട്രസ് ആസിഡിന്റെ ഫോമുല HNO2. നൈട്രിക് ആസിഡിന്റെ ഫോമുല എല്ലാവർക്കും അറിയാം, HNO3. ഓക്കെ, അപ്പൊ പേരായി, ഫോമുലയായി. ഇനി സ്ട്രക്ചർ വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് നൈട്രജൻ സെൻട്രലായിട്ട് കാണിക്കാം. അതിന്റെ കൂടെ H ഉണ്ട്. Hനെ ഒരു ഓക്സിജനോട്ട് ലിങ്ക് ചെയ്തിട്ട് OH ആയിട്ട് കാണിക്കുക, OH ആയി. ഇനി അവശേഷിക്കുന്ന ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ആ ഓക്സിജന് ഡബിൾ ബോണ്ട് ആയിട്ട് കൊടുക്കുക. നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോണില് 2, 3 പോയി കഴിഞ്ഞു. ആറ്റങ്ങളെല്ലാമായി HNO2 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അവശേഷിക്കുന്നത് വാലൻസ് ഇലക്ട്രോൺ 2 ആണ്. ആ 2 വാലൻസ് ഇലക്ട്രോണിനെ ഒരു ഓർബിറ്റലിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ പേര് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പേരായി, ഫോമുലയായി, സ്ട്രക്ചറായി. നൈട്രിക് ആസിഡ് വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ N ഒരു ഹൈഡ്രജനെ ഓക്സിജൻ കൊണ്ട് ലിങ്ക് ചെയ്യുക, OH ആയി.
ഇടതുവശം വലതുവശം എവിടെയാണോ വരയ്ക്കാം OH ആയി. ഇനി അടുത്തൊരു ഓക്സിജൻ, ഡബിൾ ബോണ്ട് ഓക്സിജൻ. അപ്പൊ എല്ലാവരും ആയാൽ നോക്കാം, H ആയിട്ടുണ്ട്, N ആയിട്ടുണ്ട്, 2 ഓക്സിജൻ ആയി. ഇനി ഒരു ഓക്സിജൻ ബാക്കിയുണ്ട്. ആ ഓക്സിജൻ ഈ ലോൺ പെയറിന്റെ സ്ഥാനത്ത് ഓക്സിജന് ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്താൽ നൈട്രിക് ആസിഡിന്റെ സ്ട്രക്ചർ ആയെന്ന് ഓർമ്മ വേണം. അപ്പോൾ OH ഇപ്പുറത്തും വരയ്ക്കാം ഇപ്പുറത്തും വരയ്ക്കാം, രണ്ട് രീതിയിൽ മാറ്റി മാറ്റി വരയ്ക്കാം, ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്സോ ആസിഡുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഓക്സി ആസിഡ്സ് ആണ്. അതിൽ നൈട്രജന്റെ ഓക്സോ ആസിഡ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ട്. നൈട്രജന്റെ ഓക്സോ ആസിഡുകൾ നൈട്രസ് ആസിഡും നൈട്രിക് ആസിഡും. നൈട്രസ് ആസിഡിന്റെ ഫോർമുല HNO2 ആണ്. നൈട്രിക് ആസിഡിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, HNO3 ആണ്. സ്ട്രക്ചർ വരയ്ക്കേണ്ട പ്രാക്ടീസ് കൂടെ തന്നു. ഓക്കെ, അപ്പൊ ഇനിയുള്ളത് നൈട്രജന്റെ ഓക്സോ ആസിഡായി. ഇനി അടുത്തുള്ളത് ഫോസ്ഫറസിന്റെതാണ്. ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡ്സ് കാണിക്കാം. അതിലൊരെണ്ണം ഓർത്തോ ഫോസ്ഫറസ് ആസിഡ്, ഫോറസ് ആസിഡ്. പിന്നെ രണ്ടാമത്തത് ഫോസ്ഫോറിക് ആസിഡ്. മൂന്നാമത്തത് പൈറോ ഫോസ്ഫോറിക് ആസിഡ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം, ഫോസ്ഫോറിക് ആസിഡ്. നാലാമത്തത് മെറ്റാ ഫോസ്ഫോറിക് ആസിഡ്. അഞ്ചാമത്തത് ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ സ്പെല്ലിംഗ് ഉൾപ്പെടെയുള്ളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ആകപ്പാടെ പേര്, ഫോർമുല, സ്ട്രക്ചർ പഠിച്ചാൽ മതി. പേര് പഠിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമാണ്. സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ആദ്യം പറഞ്ഞത് ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് എന്നാണ്, അവസാനം പറഞ്ഞത് ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് ആണ്. ഇനി ബാക്കിയുള്ളതെല്ലാം, രണ്ടാമത് പറഞ്ഞത് ഫോസ്ഫോറിക് ആസിഡ്, മൂന്നാമത് പറഞ്ഞത് പൈറോ ഫോസ്ഫോറിക് ആസിഡ്, നാലാമത് പറഞ്ഞത് മെറ്റാ ഫോസ്ഫോറിക് ആസിഡ്. ഇത് ഓർത്തോ ഫോസ്ഫറസ്, ഇത് ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്. ബാക്കിയെല്ലാം ഫോസ്ഫോറിക് ആസിഡ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായി ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പഠിച്ചാലേ ഇത് ഓർമ്മയിരിക്കൂ. അപ്പൊ ഇനി അടുത്ത ഓർത്തോ ഫോസ്ഫറസ് ആസിഡിന്റെ ഫോർമുല. അപ്പൊ പേരായി, അടുത്ത ഫോർമുല H3PO3. ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡിന്റെ ഫോർമുല H3PO2. ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല H3PO4. പൈറോഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല H4P2O7. മെറ്റാഫോസ്ഫോറിക് ആസിഡ് HPO3യുടെ ട്രൈമർ ആണ് നമ്മളിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ പോളിമർ ആയിട്ട് എഴുതാറുണ്ട്, ഇവിടെ N ടൈംസും കാണിക്കാറുണ്ട്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ട്രൈമർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഫോർമുല പഠിക്കാം. രണ്ടാമത്തെ കാര്യമായി ഓർത്തോ ഫോസ്ഫറസ് ആസിഡിന്റെ ഫോർമുല H3PO3 ആണ്. ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല H3PO4 ആണ്. പൈറോ ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല H4P2O7 ആണ്. അടുത്ത മെറ്റാഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല HPO3 thrice. ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡിന്റെ ഫോർമുല H3PO2. അപ്പൊ ഇനി ഇതിന്റെ സ്ട്രക്ചർ ആണ് അടുത്ത ജോലി. എല്ലാം ടെട്രാഹെഡ്രൽ പോലെയാണ്. സെൻട്രൽ ആറ്റം P, ഇതിലെ 3 ഹൈഡ്രജനെ, അതിൽ 2 ഹൈഡ്രജനെ ഓക്സിജനോട് ലിങ്ക് ചെയ്ത് കാണിക്കുക. 3 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ 2 ഹൈഡ്രജനെയാണ് ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്ത് കാണിക്കേണ്ടത്, OH. ഇനി ബാക്കിയിരിക്കുന്ന ഒരു ഹൈഡ്രജനെ ഡയറക്റ്റ് ആയിട്ട് ഫോസ്ഫറസ് ലിങ്ക് ചെയ്യുക. പിന്നെ അവശേഷിക്കുന്നത് എന്തേ ഉള്ളൂ, 3 ഹൈഡ്രജൻ എഴുതി കഴിഞ്ഞു, പിന്നെ 2 ഓക്സിജൻ എഴുതി കഴിഞ്ഞു. ഇനി ഒരു ഓക്സിജൻ ബാക്കിയുണ്ട്, അത് ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും നിങ്ങൾ അത് പെൻസിൽ കൊണ്ടൊക്കെ മാർക്ക് ചെയ്ത് പഠിച്ചോണം. 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും അതിൽ 2 ഹൈഡ്രജനെ മാത്രമാണ് ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്ത് കാണിക്കുന്നത് ഓർമ്മ വേണം. ഇനി ഇവിടോട്ട് എഴുതുന്ന സമയത്ത് ഇവിടെ അതുപോലെ സെൻട്രൽ ആയിട്ട് ഫോസ്ഫറസ് എഴുതി, ഇവിടുത്തെ 3 ഹൈഡ്രജനെയും ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്ത് കാണിക്കുക, OH. ബാക്കി ഒരു ഓക്സിജൻ ഉണ്ട്, അത് ഡബിൾ ബോണ്ട് ഇട്ട് കാണിക്കുക. ഓക്കെ, അപ്പൊ ശരിക്കും ഇത് ഒരുപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു ഓക്സിജൻ ഇവിടെ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പൈറോ ഫോസ്ഫോറിക് ആസിഡ് വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം 2 ഫോസ്ഫറസ് വരച്ച് കാണിക്കുക, പിന്നെ 4 ഹൈഡ്രജനെ ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്തിട്ട് 2 ഇതിന്റെ കൂടെയും 2 ഇതിന്റെ കൂടെയും വരയ്ക്കുക.
അപ്പൊ 4 ഹൈഡ്രജൻ ആയി, 2 ഫോസ്ഫറസ് ആയി, ഓക്സിജൻ 4 എണ്ണമായി. ഇനി ഓക്സിജൻ ബാക്കി 3 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക, ഒരെണ്ണം ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഓക്സിജൻ മിച്ചമുണ്ട്, അതിനെ ഇവിടെ ബ്രിഡ്ജ് പോലെ കാണിക്കും. ഓക്കെ, അപ്പൊ അതും വരയ്ക്കാൻ നമ്മൾ മനസ്സിലാക്കി. ഇനി ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ അതുപോലെ തന്നെ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്ത് കാണിക്കാവൂ എന്ന് ഓർമ്മ വേണം. സോ ബാക്കിയുള്ളത് പി OH, ബാക്കി 2 ഹൈഡ്രജൻ ഉണ്ട്, HH, ഇനി ഒരൊറ്റ ഓക്സിജൻ ബാക്കി, ഡബിൾ ബോണ്ട് O. ഓക്കെ, അപ്പൊ ഈ പറയുന്നതിലെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മ വേണം. അപ്പൊ ഇനി ഇതിന്റെ പ്രത്യേകത, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും അവിടെ 2 ഹൈഡ്രജൻ മാത്രമേ ലിബറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ 2 ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ബേസിസിറ്റി 2 ആയിരിക്കുന്ന ആൾക്കാരെ നമ്മൾ സാധാരണ ഡൈ ബേസിക് എന്ന് പറയും. അതേസമയം 3 ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നാൽ അതിനെ ട്രൈ ബേസിക് എന്ന് പറയും. 1 ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മോണോ ബേസിക് ആസിഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 3 ഹൈഡ്രജൻ ഫോർമുലയിൽ ഉണ്ടെങ്കിലും 3 ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ 2 ഹൈഡ്രജൻ മാത്രമേ, ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ മാത്രമേ ലിബറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ഇത് ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇത് രണ്ടുമേ ലിബറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഡൈ ബേസിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, H3PO3 എന്നുള്ളത് ഡൈ ബേസിക് ആസിഡ് ആവാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പറയണം 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും 1 ഹൈഡ്രജൻ ഡയറക്റ്റ് ആയിട്ട് ഫോസ്ഫറസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനെ ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും ഈ സ്ട്രക്ചർ ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ വാല്യുവേഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറും കൂടെ വാല്യുവേഷൻ പോയിന്റിൽ ഉൾപ്പെട്ട് വരും. ഓക്കെ, അപ്പൊ അതേ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഇവിടെ OH ട്രൈ ബേസിക് ആണ്, സംശയമില്ല. അതേ സ്ട്രാറ്റജി നോക്കുമ്പോൾ ഇവിടെ 1, 2, 3, 4 അത് ടെട്രാ ബേസിക് ആണ്. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ അതുപോലെ തന്നെ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും 2 എണ്ണം ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഒന്നേ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അത് മോണോ ബേസിക് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നൈട്രജന്റെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും സ്ട്രക്ചറും പഠിച്ചു. ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡിന്റെ പേര് ഫോർമുല സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്ട്രക്ചർ വരയ്ക്കാനുണ്ട്. ഇനി ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഡൈ ബേസിക് ആസിഡ്, ട്രൈ ബേസിക് ആസിഡ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും നമുക്ക് അറിയാം. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രക്ചറോടെ വരയ്ക്കാം. സ്ട്രക്ചർ വരയ്ക്കേണ്ട ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യം ഫോസ്ഫറസ് നിറണം, പിന്നെ 3 ഓക്സിജനിൽ ഒരെണ്ണത്തിനെ OH എന്ന് എഴുതുക, അടുത്തൊരു ഓക്സിജനെ ഡബിൾ ബോണ്ട് O എന്ന് എഴുതുക, അടുത്തൊരു ഓക്സിജനെ സിംഗിൾ ബോണ്ട് O എന്ന് എഴുതുക. ഇതുപോലെ അങ്ങനത്തെ 3 യൂണിറ്റുകൾ. അടുത്തൊരു യൂണിറ്റ് ഇവിടെ കാണിക്കാം. കൂടെ ഉള്ളത് ഒരു OH, ഡബിൾ ബോണ്ട് O, പിന്നെ ഒരു ഓക്സിജൻ. അത് താഴോട്ട് വരത്തക്ക രീതി, അതായത് ക്ലോക്ക് വൈസ് വരത്തക്ക രീതിയിൽ എഴുതാം. ഇങ്ങനെ. ഇനി ഒരു യൂണിറ്റ് കൂടെ ഉണ്ട്, P, കൂടെയുള്ളത് ഒരു OH, ഒരു ഡബിൾ ബോണ്ട് O, പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്, അത് ക്ലോക്ക് വൈസ് ആയിട്ട് കാണിക്കുക. ഇതുപോലെ, അതായത് ഓക്സിജൻ ഇങ്ങനെ ക്ലോക്ക് വൈസ് വരത്തക്ക രീതിയിൽ കാണിച്ചതിന് ശേഷം ഇത് 3 കൂടെ ചേർത്തിട്ട് ട്രൈമർ ഉണ്ടാക്കുക, സൈക്ലിക് ആക്കുക, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അങ്ങനെ വരച്ചാൽ അത് മെറ്റാ ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുല ആയിട്ടുണ്ട്. ആണല്ലോ, ശരി. അപ്പോൾ ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്സോ ആസിഡുകളെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതിൽ തന്നെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും സ്ട്രക്ചറും മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നൈട്രജന്റെ ഓക്സോ ആസിഡിന്റെ പേര് പഠിച്ചു. നൈട്രസ് ആസിഡ്, നൈട്രിക് ആസിഡ്, അതിന്റെ ഫോർമുല അറിയാം, സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാം. ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡ് 5 എണ്ണം പറഞ്ഞു. ഓർത്തോ ഫോസ്ഫറസ് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, പൈറോ ഫോസ്ഫോറിക് ആസിഡ്, മെറ്റാ ഫോസ്ഫോറിക് ആസിഡ്, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്, അങ്ങനെ 5 എണ്ണത്തിന്റെ പേര് പറഞ്ഞു. 5 എണ്ണത്തിന്റെ ഫോർമുല അറിയാം അല്ലെ. H3PO3 ഉണ്ട്, H3PO4 ഉണ്ട്, H4P2O7 ഉണ്ട്, അതുപോലെ തന്നെ HPO3യുടെ ട്രൈമർ ഉണ്ട്, പിന്നെ H3PO2 ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഓക്സോ ആസിഡ് പഠിക്കേണ്ടത് നൈട്രജനായി, ഫോസ്ഫറസ് ആയി. ഇനി സൾഫറിന്റെ ആണ്. സൾഫറിന്റെ ഓക്സോ ആസിഡ് 4 എണ്ണം പറയാം. ഒന്ന് സൾഫ്യൂറസ് ആസിഡ്, മറ്റൊന്ന് നമുക്കെല്ലാം പരിചയമുള്ള സൾഫ്യൂരിക് ആസിഡ്, വേറൊന്ന്
പൈറോ സൾഫ്യൂരിക് ആസിഡ്, വേറൊന്ന് പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇപ്പൊ സൾഫറിന്റെ ഓക്സോ ആസിഡ് 4 എണ്ണം, സൾഫ്യൂറസ് ആസിഡും സൾഫ്യൂറിക് ആസിഡും പൈറോ സൾഫ്യൂരിക് ആസിഡും പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂറസ് ആസിഡിന്റെ ഫോർമുല H2SO3. സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോഴത്തേക്ക് H2SO4. പൈറോ സൾഫ്യൂരിക് ആസിഡ് H2S2O7. പൈറോ ഫോസ്ഫോറിക് ആസിഡ് ആകുമ്പോൾ H4P2O7 ആയിരുന്നു, പക്ഷെ പൈറോ സൾഫ്യൂരിക് ആസിഡ് H2A ഉള്ളൂ. ഇനി പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡ് എന്ന് വെച്ചാൽ ഇതായിട്ട് സാദൃശ്യമുണ്ട്, ഒരു ഓക്സിജൻ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, H2S2OH. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഇവിടെ H2 തന്നെ, ഇവിടെ H2 തന്നെ, ഇവിടെ H2 തന്നെ, ഇവിടെ H2 തന്നെ. ഓക്കെ, ഒന്നിനും വ്യത്യാസമില്ല, അപ്പൊ അതുകൊണ്ട് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി നേരത്തെ പറഞ്ഞ അനുസരിച്ച് സ്ട്രക്ചർ വരച്ചാൽ സൾഫർ 2 ഹൈഡ്രജൻ 2 OH, ഇനി ഒരു ഓക്സിജൻ ബാക്കി, ഡബിൾ ബോണ്ടോ. ഇനി സൾഫറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ 16 ഗ്രൂപ്പ് ആയതുകൊണ്ട് 6 ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ 2 4 പോയി, ബാക്കി ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ലോൺ പെയർ ആയിട്ട് കാണിക്കാം. സൾഫ്യൂരിക് ആസിഡ് ഇതുപോലെ S 2 ഹൈഡ്രജൻ OH, 2 ഓക്സിജൻ ഉണ്ട്, ഒരെണ്ണം ഡബിൾ ബോണ്ടോ, ബാക്കി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഡബിൾ ബോണ്ടോയിൽ കാണിക്കുക. പൈറോ സൾഫ്യൂരിക് ആസിഡ് 2 സൾഫർ എഴുതി, 2 ഹൈഡ്രജൻ OH-ലൂടെ ലിങ്ക് ചെയ്യുക, OH, ബാക്കിയുള്ള 5 ഓക്സിജൻ ഉണ്ട്, ഒരെണ്ണം ഡബിൾ ബോണ്ടോ കൊടുത്തു. ഇനിയും 2 ഓക്സിജൻ ബാക്കി, ഇനിയും 1 2 3 4 ആയി, ഇനിയും 3 എണ്ണം ഉണ്ട്, ഡബിൾ ബോണ്ടോ, ഇനി ഒരെണ്ണം ബാക്കി. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു ബ്രിഡ്ജ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ഓക്സിജനിലാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഇതുപോലെ വരയ്ക്കുക, S ഡബിൾ ബോണ്ടോ OH, S ഡബിൾ ബോണ്ടോ OH. അതുപോലെ കാണിച്ചു, ഈ ഓക്സിജനും കാണിച്ചു. ഇനി ഞാൻ പറഞ്ഞു ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ അഡീഷണലാണ്, ആ ഓക്സിജൻ എങ്ങനെയാണെന്ന് അത് ഹെഡിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, അത് പെറോക്സോയാണ്. അപ്പൊ പുതുതായി വരുന്ന ഓക്സിജൻ പെറോക്സോയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പെറോക്സൈഡ് ലിങ്കേജ് പോലെ ലിങ്കേജ് പോലെ കാണിച്ചാൽ അത് പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുലയായി. ഓക്കെ, സോ സ്ട്രക്ചർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് നിലവിൽ അറിയാൻ പറ്റുന്നത് നൈട്രജന്റെ ഓക്സോ ആസിഡിന്റെ പേര്, ഫോർമുല, സ്ട്രക്ചർ അറിയാം. അതുപോലെ തന്നെ ഫോസ്ഫറസ് ഓക്സോ ആസിഡിന്റെ പേര്, ഫോർമുല, സ്ട്രക്ചർ അറിയാം. ഇപ്പൊ ഇതാ സൾഫറിന്റെ ഓക്സോ ആസിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. അപ്പൊ ഇതിൽ 1-2 പേരുകൾ കൂടെ ഓർത്തിരിക്കുക. സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു പേര് കിങ് ഓഫ് കെമിക്കൽസ് എന്നും ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. പൈറോ സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ ഒലിയം എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്, ഒലിയം. പെറോക്സോ ഡൈ സൾഫ്യൂരിക് ആസിഡിനെ മാർഷൽസ് ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചില ഇരട്ട പേരുകൾ കൂടെ ഓർത്തിരിക്കുക. ഒലിയം എന്ന പേരും പിന്നെ ഒലിയത്തിന്റെ ഫോമിലേക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ എളുപ്പമല്ല കാര്യങ്ങൾ, ഒന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. ശരി, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നൈട്രജൻ ഓക്സോ ആസിഡിന്റെ പേര്, ഫോർമുല, സ്ട്രക്ചർ അറിയാം, ഫോസ്ഫറസായി സൾഫറുമായി. ഇനി അവശേഷിക്കുന്നത് പിന്നെ അവശേഷിക്കുന്നത് ഹാലജന്റെ ഓക്സോ ആസിഡ് ആണ്, ഫ്ലോറിന്റെയും ബ്രോമിന്റെയും അയഡിന്റെയും. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും എലമെന്റുകളുടെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും സ്ട്രക്ചറും പഠിച്ചാൽ മതി. നൈട്രജന്റെ അറിയാം, ഫോസ്ഫറസിന്റെ അറിയാം, സൾഫറിന്റെ അറിയാം. ഇനി അവശേഷിക്കുന്നത് ഫ്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, അപ്പൊ ഇത് 4 കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്സോ ആസിഡിന്റെ പേര് ആദ്യം പറയാം, ജനറൽ ആയിട്ട് പറയാം. അതിൽ ഒരെണ്ണം
ഹൈപ്പോ ഹാലസ് ആസിഡ് എന്ന് പറയണം. ഇനി മറ്റൊരെണ്ണം, രണ്ടാമത്തത് ഹാലസ് ആസിഡ്, മൂന്നാമത്തത് ഹാലിക് ആസിഡ്, നാലാമത്തത് പെർഹാലിക് ആസിഡ്. ഹാലജിന്റെ ഓക്സോ ആസിഡ് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്, നാലും കൂടി ചേർത്ത് ഒരുമിച്ച് പഠിക്കാം. ജനറലി ഹൈപ്പോ ഹാലസ് ആസിഡ്, ഹാലസ് ആസിഡ്, ഹാലിക് ആസിഡ്, പെർഹാലിക് ആസിഡ്, ഇങ്ങനെ 4 ഹെഡിങ് കൊണ്ട് പറയാം. അപ്പൊ ക്ലോറിൻ വെച്ചാണെന്ന് പറഞ്ഞാൽ ഹൈപ്പോ ക്ലോറസ് ആസിഡ്, ഹൈപ്പോ ക്ലോറസ് ആസിഡ്. ഇനി ഹാലസ് ആസിഡ് എന്ന് പറയുന്നത് വരെ ക്ലോറിൻ വെച്ച് പറഞ്ഞാൽ ക്ലോറസ് ആസിഡ്. ഹാലിക് ആസിഡ് എന്ന രീതിയിൽ ക്ലോറിൻ വെച്ച് പറഞ്ഞാൽ ക്ലോറിക് ആസിഡ്. പെർഹാലിക് ആസിഡ് എന്ന രീതിയിൽ പറഞ്ഞാൽ പെർക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പൊ ജനറലി ഹൈപ്പോ ഹാലസ് ആസിഡ്, ഹാലസ് ആസിഡ്, ഹാലിക് ആസിഡ്, പെർഹാലിക് ആസിഡ് എന്ന് പറഞ്ഞു. പക്ഷെ ക്ലോറിന്റെ ഓക്സോ ആസിഡ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ട വാക്കുകൾ ഹൈപ്പോ ക്ലോറസ് ആസിഡ്, ക്ലോറസ് ആസിഡ്, ക്ലോറിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്, 4 ഇനി ഫോർമുല എഴുതാൻ പറഞ്ഞാൽ ഇത് HXO, എക്സ് എന്ന് വെച്ചാൽ ഹാലജൻ ആണ്. ഇവിടെ ഒരു ഓക്സിജൻ ആണ് കൂടുതൽ, HX, ഹൈഡ്രജൻ മാറ്റമില്ല, ഹാലജൻ മാറ്റമില്ല, ഒരു ഓക്സിജൻ കൂടെ HXO2. ഹാലിക് ആസിഡ് HXO3, പെർഹാലിക് ആസിഡ് HXO4. പരീക്ഷയ്ക്ക് ഈസി എന്ന് വിചാരിക്കരുത്, പരീക്ഷയ്ക്ക് എഴുതി വരുമ്പോഴത്തേക്ക് ഹാലജൻ കൂടിക്കൂടി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർത്തോണം, ഓക്സിജൻ ആണ് കൂടിക്കൂടി വരുന്നത്. അപ്പൊ എങ്കിൽ ഹൈപ്പോ ക്ലോറസ് ആസിഡിന്റെ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ ഇവിടുത്തെ എക്സിന് പകരം ക്ലോറിൻ എഴുതിയാൽ മതി, HClO. ഓക്കെ, അപ്പൊ ക്ലോറസ് ആസിഡിന്റെ ഫോർമുല HXO2 എന്ന് പറയുമ്പോൾ HClO2. ക്ലോറിക് ആസിഡിന്റെ ഫോർമുല HClO3. പെർക്ലോറിക് ആസിഡിന്റെ ഫോർമുല HClO4. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഓക്സോ ആസിഡ് ഓഫ് ഹാലജൻ ആണ്. ക്ലോറിന്റെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും ആയിട്ടുണ്ട്. ഹൈപ്പോ ക്ലോറസ് ആസിഡ്, ക്ലോറസ് ആസിഡ്, ക്ലോറിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്, HClO, HClO2, HClO3, HClO4. ഇനി സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ആദ്യം ഓക്സിജൻ കാണിക്കുക, OH, OH, Cl, ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ബ്രിഡ്ജ് ആയിട്ട്. അപ്പോൾ എളുപ്പമെന്ന് വിചാരിക്കരുത്, പരീക്ഷയ്ക്ക് നല്ലവണ്ണം വരച്ച് പഠിച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. HOCl അങ്ങനെ പറയണം. ഇനി ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ കൂടുതലാണ്, അപ്പോൾ ഇതുപോലെ തന്നെ എഴുതിയിട്ട് ഒരു ഓക്സിജൻ കൂടുതലുള്ള ഓക്സിജനെ ക്ലോറിനിൽ ഡബിൾ ബോണ്ട് ഓക്സിജൻ ആയിട്ട് കൊടുക്കുക. ക്ലോറിനിൽ ഇനി ഡി ഓർബിറ്റ് ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കൊടുക്കുക. ഇതും നോക്കുമ്പോൾ HOCl എന്ന് എഴുതിയിട്ട് 2 ഓക്സിജൻ ഉണ്ട്, ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ. ഇത് നോക്കുമ്പോൾ HOCl, ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ ഇതുവരെ പഠിച്ച കാര്യം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നൈട്രജന്റെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും സ്ട്രക്ചറുമായി, ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുല സ്ട്രക്ചറായി, സൾഫറിന്റെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും സ്ട്രക്ചറുമായിട്ടുണ്ട്. പിന്നെ ഇതാ ക്ലോറിന്റെ ഓക്സോ ആസിഡിന്റെ പേരും ഫോർമുലയും സ്ട്രക്ചറായി. പരീക്ഷയ്ക്ക് ക്ലോറിന്റെ ഓക്സോ ആസിഡ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഹൈപ്പോ ക്ലോറസ് ആസിഡ്, ക്ലോറസ് ആസിഡ്, ക്ലോറിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്, HClO, HClO2, HClO3, HClO4. ഇനി ഈ 4 പേരിലും അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. HClO, എക്സ്, ക്ലോറിന്റെ എക്സ് കൊടുത്തു, പ്ലസ് ഹൈഡ്രജന്റെ +1, പ്ലസ് ഓക്സിജന്റെ -2 ഈക്വൽ ടു 0. സോ x - 1 ഈക്വൽ ടു 0, x ഈക്വൽ ടു +1. അപ്പൊ ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അതേസമയം ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് നോക്കണം. എക്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് +3 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ അത് +5 ആണ്, ഇവിടെയാണെങ്കിൽ അത് +7 ആണ്. അപ്പൊ ഞാൻ ചോദിച്ച പുതിയ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 4 ഓക്സോ ആസിഡുകളിലും വെച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് പറയണം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടുന്നുണ്ട്. സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കൂടുന്നെന്ന് ഓർമ്മിച്ചോണം. അപ്പോൾ ഈ 4 പേരിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതലുള്ളത് പെർ ക്ലോറിക് ആസിഡ് ആണെന്ന് ഓർമ്മ വേണം. കാരണം അതിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ബാക്കി അവശേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫ്ലൂറിൻ്റെ ഓക്സോ ആസിഡ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആകപ്പാട് ഒരെണ്ണേ ഉള്ളൂ, ഹൈപ്പോഫ്ലൂറസ് ആസിഡ് മാത്രം. HFO മാത്രമേ ഉള്ളൂ, ഇതില്ല. ഓക്കെ, അപ്പോൾ അത് എളുപ്പമുണ്ട് പഠിക്കാൻ. ഫ്ലൂറിൻ്റെ ഓക്സോ ആസിഡ് ഒരെണ്ണേ ഉള്ളൂ, അതിന്റെ ഫോർമുലയും പേരും ശ്രദ്ധ പഠിച്ചിരിക്കുക. ബ്രോമിന്റെ ഓക്സോ ആസിഡ് ആയിട്ട് ഹൈപ്പോബ്രോമസ് ആസിഡ് ഉണ്ട്, HBRO ഉണ്ട്. പക്ഷേ ബ്രോമസ് ആസിഡ് ഇല്ല. പക്ഷെ ബ്രോമിക് ആസിഡ് ഉണ്ട്, O3 ഉണ്ട്, പെർബ്രോമിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്രോമിന്റെ ഓക്സോ ആസിഡ് 3 ഉള്ളൂ, ഹൈപ്പോബ്രോമസ് ആസിഡ്, പിന്നെ ബ്രോമിക് ആസിഡ്, പെർബ്രോമിക് ആസിഡ്. അയോഡിന്റെ ഓക്സോ ആസിഡ് ഇതുപോലെ തന്നെ ഹൈപ്പോ അയോഡസ് ആസിഡ്, അയോഡസ് ആസിഡ് ഇല്ല, HiO3 ഉണ്ട്, HiO4 ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ സ്ഥലത്തിൽ ഞാൻ വരയ്ക്കുന്നില്ല, അത് നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിലവിൽ അറിയാനുള്ള കാര്യങ്ങൾ പെട്ടെന്നൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം വൃത്തിയായി. അപ്പോൾ എളുപ്പമുള്ള പണിയല്ല, നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലവണ്ണം എഴുതി പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ശീലിക്കുക, വാക്കുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ശീലിക്കുക, ഫോർമുലയും പറഞ്ഞ് ശീലിക്കുക, ഡിക്റ്റേഷൻ എഴുതി കളിക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിക്കാം. നൈട്രജൻ 2 ഓക്സോ ആസിഡ്, നൈട്രസ് ആസിഡ്, നൈട്രിക് ആസിഡ്, HNO2, HNO3. ഫോസ്ഫറസ് 5 പറഞ്ഞു, ഓർത്തോ ഫോസ്ഫറസ് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, പൈറോ ഫോസ്ഫോറിക് ആസിഡ്, മെറ്റാ ഫോസ്ഫോറിക് ആസിഡ്, ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്. അതിന്റെ ഫോർമുലയും സ്ട്രക്ചറും അറിയാം. മൂന്നാമത് പറയുന്നത് സൾഫർ. സൾഫറിൻ്റെത് സൾഫ്യൂറസ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പൈറോ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിയം, പിന്നെ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ മാർഷൽ ആസിഡ്. അതിന്റെ ഫോർമുലയും നിങ്ങൾക്ക് അറിയാം. അടുത്ത ഹാലജനിൽ ആദ്യം പറഞ്ഞത് ക്ലോറിൻ്റെതാണ്. ക്ലോറിൻ്റെ ഓക്സോ ആസിഡ് 4 പറഞ്ഞു, ഹൈപ്പോ ക്ലോറസ് ആസിഡ്, ക്ലോറസ് ആസിഡ്, ക്ലോറിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്. അതിന്റെ ഫോർമുലകൾ അറിയാം, സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാം. സ്ട്രക്ചർ എളുപ്പമല്ല, വരച്ചു വരുമ്പോൾ തെറ്റിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ഈ 4 പേരിൽ വെച്ച് അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പഠിച്ചു. പിന്നെ അടുത്ത് പഠിച്ചത് ഫ്ലൂറിന്റെ ഓക്സോ ആസിഡ് ആണ്, അത് ഒരെണ്ണേ ഉള്ളൂ, ഹൈപ്പോഫ്ലൂറസ് ആസിഡ് മാത്രം. അതിന്റെ ഫോർമുലയും സ്ട്രക്ചറും ഒക്കെ വരയ്ക്കാൻ അറിയാം. ബ്രോമിന്റെ ഓക്സോ ആസിഡ് 3, ഹൈപ്പോബ്രോമസ് ആസിഡ്, ബ്രോമിക് ആസിഡ്, പെർബ്രോമിക് ആസിഡ്. അയോഡിൻ ആണെങ്കിൽ അത് ഹൈപ്പോ അയോഡസ് ആസിഡ്, ഇവിടെയില്ല, അയോഡിക് ആസിഡ്, പെറൈഡിക് ആസിഡ്. ഇത്രയും ആൾക്കാരുടെ ഫോർമുലയും സ്ട്രക്ചറും ഒക്കെ എഴുതി പഠിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കും കൂടെ നമ്മൾ കവർ ചെയ്തു. ഇനോട്ട് പെർഫെക്റ്റ് അറിയാം, അനോമലസ് പ്രോപ്പർട്ടീസ് അറിയാം, അബണ്ടൻസ് അറിയാം, അലോട്രോപിക് ഫോംസിനെ പറ്റി അറിയാം. ഇപ്പോൾ ഇതാ ഓക്സോ ആസിഡുകളെ പറ്റി നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്കിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം.